വിഷ്ണു, ഇവിടെ വാ. എടാ, എന്താ നിന്റെ ഉദ്ദേശം? അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എടാ, ഞാൻ പിന്നെ എങ്ങനെയാ ചോദിക്കേണ്ടത്? എടാ, നിന്നെ തേടി പോലീസുകാര് നിരന്തരം ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നു. എടാ, ഞാനും നിന്റെ അച്ഛനും കൂടി വർഷങ്ങളോളം ഈ വീട്ടിൽ താമസിച്ചതാ. ഇന്ന് വരെ ഒരു പെറ്റി കേസിന്റെ കാര്യത്തിനായിട്ട് പോലും ഞങ്ങളെ തിരക്കി ഒരു കാക്കിയിട്ടവനും ഈ വീടിനകത്ത് കയറിയിട്ടില്ല. ഇന്നവര് നേരവും കാലവും നോക്കാതെ കയറി ഇറങ്ങുക. അതാ ഞാൻ ചോദിച്ചത്, എന്താ നിന്റെ ഉദ്ദേശം എന്ന്. അമ്മ, പോലീസുകാർ കയറി ഇറങ്ങി പോവാൻ ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലും പോയി ചാടിയിട്ടില്ല. പിന്നെ അവരെന്താ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്ന വീടാ ഇത്. പോലീസുകാർ കയറി ഇറങ്ങുന്ന വീട്ടില് സമാധാനത്തോടെ അവരെങ്ങനെയാ ജീവിക്കുന്നത്? ശ്യാമേ, വിഷ്ണു ജനിച്ചു വളർന്ന വീടായത്. സമയദോഷം കൊണ്ടേ അവന്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയി. എന്നുവെച്ചേ ഇവനിവിടെ നിരക്കിവിടാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവനോട് നിൽക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശാന്തിയും സമാധാനം കിട്ടുന്ന മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോവാം. അപ്പോ പുറത്തു പോകേണ്ടവർ ഞങ്ങളാണെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിനക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നോക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ ജീവിതകാലം മുഴുവൻ നിന്നോളാന്ന് ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഞങ്ങള് അങ്ങനെ ഒട്ട് തീരുമാനിച്ചിട്ടുമില്ല. അതെ, വെറുതെ അതും ഇതും പറഞ്ഞ് കാട് കയറി പോയിട്ട് ഒരു കാര്യമില്ല. വിഷ്ണുവിനെ തിരക്കി പോലീസ് വന്നതാണ് കാര്യമെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. വെറുതെ കുടുംബത്ത് കിടന്ന് പരസ്പരം തമ്മി തല്ലി പ്രശ്നം വഷളാക്കല്ല വേണ്ടത്. വിഷ്ണു, നീ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നത്? എന്റെ കാരണം കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട. ഞാൻ കാരണം എന്റെ കുട്ടികളുടെ ഭാവിക്കൊന്നും വരില്ല. ഞാനാണല്ലോ പ്രശ്നക്കാരൻ. അപ്പൊ പരിഹാരം ഞാൻ തന്നെ കണ്ടോളാം. എങ്ങനെ കാണൂന്നാ ഇവിടെ ഇറങ്ങിപ്പോയിട്ടോ? എടാ, ഇവരെന്തെങ്കിലും ഓർക്കാ പറഞ്ഞു വെച്ചേ നീ അതിനകത്ത് തുള്ളുവാന്നോ? എടാ മോനെ, ഞാനുണ്ടാക്കി ഇവിടെ നിനക്കൂടെ ഉള്ളതാ. ആരൊക്കെ എന്തൊക്കെ അവകാശവാദങ്ങൾ നിരത്തിയാലും ശരി, ഇതേ എന്റെ വിയർപ്പാ, എന്റെ കഷ്ടപ്പാടിന് കിട്ടിയ പ്രതിഫലം. ഞാൻ മരിക്കുന്നവരെ ഇനി ഈ വീട്ടിൽ തീരുമാനങ്ങളൊക്കെ പറയാനുള്ള അധികാരവും എനിക്ക് തന്നെ. എല്ലാം ശരിയാണ് അച്ഛാ, എല്ലാം ശരിയാ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയും നമ്മൾ ചിന്തിക്കുന്ന പോലെയും മറ്റുള്ളവർ പെരുമാറണമെന്നില്ലല്ലോ. ശരിയാണ്, എന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം മനസ്സിലാക്കാനും അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചില്ല. എന്തായാലും ഇനി ഒരു പോലീസുകാരനെ എന്നെ തേടിയുടെ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശ്രമിക്കും. അത്രയും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആമേ, തൃപ്തിയാകും നിനക്കപ്പോ? എന്തിന്റെ ആവശ്യമാണ് നിനക്ക്? ചുമ്മാ മനുഷ്യനെ മേക്കടത്തനാട്ടം. അതെ, ഏടത്തമ്മേനെ കളക്ടറേറ്റേക്ക് വിളിപ്പിച്ചോ. ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. അതെന്തിനാ? നീ വല്ല അബദ്ധം പറഞ്ഞ? ഏടത്തമ്മ IAS ആണെങ്കിലേ ഞാൻ ആരാ? വരചന്ദ്രൻ IPSന്റെ ആളാ. അല്ല, ആ പടങ്ങള് കണ്ടതിന്റെ ഓർമ്മയില് ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു. ഉരുളയ്ക്ക് ഉപ്പേരെ പോലെ. കൂട്ടത്തിൽ കുറച്ച് സെന്റിമെന്റ്സും കൂടെ കേട്ടിക്കൊടുത്തു. അതിൽ ഏട്ടത്തേമാണ് വീണു. അവര് നിന്നൊന്ന് വരട്ടി കാണൂല്ലേ? തൂക്കിയെടുത്ത് പോലീസിന്റെ കയ്യിൽ കൊടുക്കുന്നവരെ പറഞ്ഞു. അല്ല, ഞാനാരാ മോൻ? ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ട് പിടിച്ചു നിന്നു. ഈ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ പോലെ. എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ സാധ്യല്ല എന്ന് മനസ്സിലാക്കി പിന്നെ മതിയാക്കി. പിന്നെ എന്റെ അടുത്തൊക്കെ പോവാൻ പറഞ്ഞു. അല്ല, നീ ഇപ്പൊ എവിടെ നിന്ന് സംസാരിക്കണേ? കളക്ടറേറ്റിന്റെ അടുത്ത് നിന്ന്. എടാ, അവിടെ അടുത്ത് CCTV ഒന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, ഇവിടെയൊന്നും കാണുന്നില്ല അച്ഛനെ. ആ, നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും വലിയ തെളിവാണ് ഈ CCTV ഫുട്ടേജ് ഒക്കെ.
വന്ന് വന്നിപ്പോ ഫോൺ ചെയ്ത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ ദൈവമേ. അതല്ലടാ, പിന്നെ വേറെന്തൊക്കെയാ ചോദിച്ചേ? ആ, ജീപ്പിന്റെ കാര്യമൊക്കെ ചോദിച്ചു ആശാനെ. അല്ല ആശാനെ, ജീപ്പ് കാണാതായോ? അങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കണമെന്ന് കളക്ടർക്ക് അറിയില്ലല്ലോ. ഈ തലക്കേ IAS സാറിന്റെ ബുദ്ധിയല്ല, അനുഭവങ്ങളുടെ അറിവിൽ നിന്നുണ്ടായ ബുദ്ധിയാണെന്ന് പതുക്കെ മനസ്സിലാവും. കാരണം IAS ബുദ്ധിയല്ലേ, തെളിവ് കിട്ടാൻ താമസം എടുക്കും. ആ എന്തായാലും കാര്യങ്ങളൊന്നും കുഴപ്പത്തിലായില്ലല്ലോ, അതന്നെ ഒരു ഭാഗ്യം. ആശാനെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല, എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്താ? ശരിക്കും ആശാനി പറയുന്നതിൽ വല്ല പങ്കുണ്ടോ? എടാ, ഈ ഭൂമിയുടെ സ്പന്ദനം എന്ന് പറയുന്നത് തന്നെ ഭൂഗോളത്തിലല്ലേ, അതിന്റെ ഒരു ദോഷം ഇത്. അല്ല, ആശാനിപ്പോ എവിടെ നിൽക്കുന്നേ? ഞാനേ ആ ഡോക്ടറെ കാണാൻ വേണ്ടി പോവായിരുന്നു. എന്താ വീണ്ടും കുഴപ്പം വല്ലതും? അതൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങളല്ലേ ഈ ചെക്കപ്പ് എന്ന് പറയാറില്ലേ? ആ, അതേതായാലും നന്നായി ആശാനെ. അല്ല, നീ എന്താ അങ്ങനെ വെച്ചേ? ഇല്ല, ഒന്നുമില്ല. ഇപ്പഴാ എനിക്ക് ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതേ. എന്തിന്റെ? അല്ല, ഈ ഭൂമിയുടെ സ്പന്ദനത്തിന്റെ. ശരിടാ, ഞാൻ വിളിക്കാം. ആ ശരി ആശാനെ. ഞാൻ ആശാൻ ഇത് എന്തു പറ്റി? അല്ല, ഇനി ഇവിടെ CCTV വല്ലതുണ്ടോ? കാണില്ല. ഇവിടെ ഇല്ല.